11 വയസ്സ് മുതൽ നോക്കി വളർത്തിയ മകൻ മാത്രം താൻ ക്യാൻസർ ബാധിതയാണെന്ന് അറിഞ്ഞിട്ടും കാണാൻ വന്നില്ലെന്ന പരാതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രേണുസുതി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രേണുവിനെ അവഗണിച്ച് നന്ദിയില്ലാത്ത മകൻ എന്ന ടാഗും സൈബർ ബുള്ളിങ്ങും കിച്ചുവിന് ഭീകരമായി ലഭിക്കുകയും ചെയ്തിരുന്നു. അമ്മയുടെ വില അറിയാത്തത് കൊണ്ടാണ് രേണുവിനോട് കിച്ചു മനസ്സാക്ഷിയില്ലാതെ പെരുമാറുന്നതെന്ന് വരെ പറഞ്ഞിട്ടുള്ളവരുണ്ട്. വിമർശനം പെരുകിയപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ ബന്ധുക്കൾക്കൊപ്പം കിച്ചു കോട്ടയത്ത് പോയിരുന്നു. സുധിലയത്തിൽ പോയി അനിയൻ ഋതുലിനെ കിച്ചു കണ്ടു. രേണു ആശുപത്രിയിൽ അഡ്മിറ്റായതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. കീമോയ്ക്കു ശേഷം തളർച്ച കൂടിയതിനാൽ രേണു ആ സമയത്ത് ഐസിയുവിലായിരുന്നു. പുതിയ വീഡിയോയിൽ അമ്മയിൽ നിന്നും അകലം പാലിക്കുന്നതിൻ്റെ കാരണവും കോട്ടയത്ത് പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങളും കിച്ചു വെളിപ്പെടുത്തി. വിമർശകർക്ക് കുറിക്കുകൊള്ളുന്ന മറുപടി തന്നെയാണ് കിച്ചു നൽകിയത്. രേണു മോശമായ രീതിയിൽ സബ്സ്ക്രിപ്ഷൻ വീഡിയോകൾ പങ്കുവച്ചതിനാലാണ് താൻ അകലം പാലിച്ചതെന്നും കിച്ചു പറയുന്നുണ്ട്. അത്തരം വീഡിയോകൾ ചെയ്യരുതെന്ന് അമ്മയോട് താൻ ആവശ്യപ്പെട്ടതായും കിച്ചു പറഞ്ഞു. അമ്മയുടെ വില അറിയാത്തതുകൊണ്ടാണ് ഞാൻ രേണു അമ്മയെ കാണാൻ പോകാത്തത് എന്നൊക്കെ വിമർശനം കണ്ടിരുന്നു. അമ്മയുടെ വിലയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അമ്മയുടെ വില എനിക്കറിയാൻ പറ്റിയിട്ടില്ല. 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. ലൈഫ് സ്റ്റോറിയിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നെ വിമർശിച്ചവർ പറഞ്ഞതുപോലെ ഞാൻ അമ്മയുടെ വില മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ വില അറിയാം. എന്നെ വിമർശിച്ചുള്ള വീഡിയോകൾ കണ്ടപ്പോൾ ഇത് പറയണമെന്ന് തോന്നി. അതുപോലെ ഞാൻ കോട്ടയത്ത് പോയി ഋതപ്പനെ കണ്ടു. അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. അമ്മയെ കാണാൻ പറ്റിയില്ല. ആശുപത്രിയിലായിരുന്നു അമ്മ. ആശുപത്രിയിൽ പോയാലും കാണാൻ പറ്റില്ലായിരുന്നു. അമ്മയുടെ അസുഖം മാറട്ടെ പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റൂ. ഇതോടൊപ്പം മോശം വീഡിയോകൾക്ക് ഋതപ്പനെ ഓർത്തെങ്കിലും ചെയ്യരുതെന്ന് രേണുവിനോട് അപേക്ഷിക്കുന്ന സ്ക്രീൻഷോട്ടും കിച്ചു പങ്കിട്ടു. കിച്ചു മെസ്സേജ് അയച്ചപ്പോൾ താൻ മോശമായി ഒന്നും ചെയ്യുന്നതായി തോന്നിയിട്ടില്ലെന്നും മാസം 2-3 ലക്ഷം രൂപ സമ്പാദിക്കുന്നുണ്ട് എന്നും രേണു മറുപടിയായി നൽകുകയും ചെയ്തു. അത് കിച്ചു വെളിപ്പെടുത്തി. നിരവധി പേരാണ് കിച്ചുവിൻ്റെ പുതിയ പ്രതികരണത്തെ പ്രശംസിച്ച് എത്തിയത്. കിച്ചു, നിനക്ക് എന്താണ് ശരി അത് നീ ചെയ്യൂ. അനിയനെ നോക്കൂ. അമ്മയുടെ അസുഖം മാറട്ടെ. എല്ലാം ശരിയാകും. നിൻ്റെ ജീവിതത്തിൽ നിന്നെ സ്നേഹിക്കാനും നിനക്ക് സ്നേഹിക്കാനും നല്ലൊരാൾ കൂട്ടിന് വരട്ടെ. കിച്ചു ഇപ്പോൾ ചെയ്തത് നല്ല കാര്യമാണ്. എപ്പോഴും സപ്പോർട്ട് കാണും. കിച്ചു പറയുന്നതിലും കാര്യമുണ്ട്. കുട്ടികളെ ബാധിക്കുന്ന ഒരു കാര്യവും അമ്മമാർ ചെയ്യാതിരിക്കുക. കിച്ചുവിൻ്റെ വേദനയും നിശബ്ദതയും അടുത്തറിയുന്ന ഒരുപാട് പേരുണ്ട്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പലതിനും മറ്റൊരു രീതിയിൽ പ്രതികരിച്ചേനെ. പക്ഷേ കിച്ചു ഇന്നും മൗനം പാലിക്കുകയാണ്. പറയാൻ കഴിയുന്ന പല കാര്യങ്ങളും മനസ്സിൽ ഒതുക്കുകയാണ്.